പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസിൽ സ്വർണം നേടിയതോടെ നൊവാക് ജോക്കോവിച്ച് ടെന്നീസിൽ പൂർണ്ണനായിരിക്കുകയാണ്. ഒരു പുരുഷ സിംഗിൾസ് താരം ടെന്നീസിൽ എന്തെല്ലാം നേടാൻ കഴിയുമോ അതെല്ലാം നേടിയിരിക്കുകയാണ് നൊവാക് ജോക്കോവിച്ച് എന്ന സെർബിയൻ ഇതിഹാസം. ഇതോടെ സ്റ്റെഫി ഗ്രാഫ്, ആന്ദ്രെ അഗാസി, സെറീന വില്യംസ്, റാഫേൽ നദാൽ എന്നിവർക്ക് ശേഷം എല്ലാ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒളിമ്പിക് സ്വർണവും ഉൾപ്പെടെ കരിയർ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയിരിക്കുകയാണ് ജോക്കോ. ഒപ്പം ഒളിമ്പിക്സ് ടെന്നീസ് സിംഗിൾസിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായും 37കാരനായ ജോക്കോ മാറി. റോജർ ഫെഡറർ, റാഫേൽ നദാൽ എന്നിവരുടെ പേരിലാണ് ടെന്നീസ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പോഴാണ് ജോക്കോയുടെ ടെന്നീസിലേക്കുള്ള വരവ്. തന്റെ സമകാലികരെ എല്ലാ തരത്തിലും മറികടന്നു കഴിഞ്ഞു ജോക്കോവിച്ച്. എല്ലാ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും 3 വീതം തവണ നേടുന്ന ഏക താരം കൂടിയാണ് ജോക്കോ. കരിയറിൽ ആകെ 24 തവണയാണ് ജോക്കോ ഗ്രാൻഡ് സ്ലാം കിരീടത്തിൽ മുത്തമിട്ടത്. പുരുഷ ടെന്നീസിൽ അത്രയും ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ മറ്റൊരു താരവുമില്ല. 7 തവണയാണ് ATP ടൂർ ഫൈനൽ കിരീടം സെർബിയൻ താരം സ്വന്തമാക്കിയത്. അത്രയും തവണ ടൂർ ഫൈനൽ കിരീടം വിജയിച്ച വേറൊരു താരവുമില്ല. ഇതിനു പുറമെ സെർബിയയെ ഡേവിസ് കപ്പ് ജേതാക്കളാക്കിയതും നിലവിൽ ഒളിമ്പിക് സ്വർണം കൂടി നേടി കരിയർ പൂർത്തിയാക്കിയിരിക്കുകയാണ് ജോക്കോവിച്ച്. മൊത്തം കരിയറിൽ നേടിയ 99 കിരീടത്തിൽ 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും 7 ATP ടൂർ ഫൈനൽ കിരീടവും 40 ATP 1000 മാസ്റ്റേഴ്സ് കിരീടവും ഉണ്ട്. 4 ഗ്രാൻഡ് സ്ലാം കിരീടവും ഒളിമ്പിക് സ്വർണ്ണ മെഡലും നേടിയ 2 പുരുഷ താരങ്ങൾ ആണ് ഇതിനു മുമ്പുണ്ടായിട്ടുള്ളത്. ഒന്ന് ആന്ദ്രെ അഗാസിയും മറ്റൊന്ന് റാഫേൽ നദാലും. ATP ഫൈനൽസ് കിരീടവും ഒളിമ്പിക് സ്വർണവും 4 ഗ്രാൻഡ് സ്ലാമും നേടിയ അഗാസിക്ക് ശേഷം കരിയർ സൂപ്പർ സ്ലാം നേടുന്ന താരവുമായി ജോക്കോവിച്ച് മാറി. 428 ആഴ്ച ലോക 1-ാം നമ്പർ റാങ്കിലിരുന്ന ജോക്കോവിച്ച് ഏറ്റവും കൂടുതൽ കാലം ലോക 1-ാം നമ്പറായ ലോക റെക്കോർഡിനും ഉടമയാണ്. 8 തവണ വർഷാവസാനം 1-ാം നമ്പർ പദവി എന്ന റെക്കോർഡും ജോക്കോവിച്ചിന്റെ കയ്യിൽ ഭദ്രമാണ്. ജോക്കോവിച്ചിന്റെ ആരാധകർ അല്ലാത്തവർ പോലും ഇദ്ദേഹത്തെ ആദരിച്ചു പോകുന്നത് ഈ നേട്ടങ്ങളുടെ കണക്കുകളിലാണ്.